പരിശുദ്ധ കുർബാനയെ കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത്, പിശാച് എന്താണ് പറയുന്നത്, ലോകം എന്താണ് പറയുന്നത്, ഈശോ എന്തിനാണ് അപ്പമായി തീർന്നത്, ഇത് സ്വീകരിക്കണം, സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം, അയോഗ്യതയോടെ സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം, ഈ കാര്യത്തെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടിരുന്നു. ഇത് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ഒരു ഓട്ടപ്രദക്ഷിണം നമ്മൾ നടത്തുകയാണ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും മൈക്കൊന്ന് ഓഫ് ആക്കാവോ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ അവസാനം വരെ പെട്ടെന്നൊന്ന് കടന്നു പോവുകയാണ്. നിങ്ങൾ അച്ഛന്റെ കൂടെ ഒന്ന് പിടിച്ചു വേണം. അപ്പൊ നമ്മള് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയുടെ ഒരു സ്ട്രക്ചറൽ രീതിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കാനായിട്ട് പോവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയല്ല. അതൊരു ഒരു ഓർമ്മയൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ ഒരു അനുസ്മരണം മാത്രമൊന്നുമല്ല. അനുസ്മരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് ഈ ലോകത്തില് സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്, ജോസുകുട്ടി എന്ന് പറയുന്ന ആള് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ പോലെയോ അല്ലെങ്കിൽ പണ്ടെന്നോ നടന്ന ഒരു അനുസ്മരണ, ഒരു സംഭവത്തിന് അനുസ്മരണം പോലെയോ അല്ല നമ്മൾ കാണേണ്ടത്. അത് അങ്ങനെയല്ല, അനുസ്മരണമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് പല പ്രാവശ്യം അനുസ്മരണം അനുസ്മരണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുസ്മരണമാണ്. കാരണം നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന്, നാളെ, നാളെ കഴിഞ്ഞ് 10 വർഷം അല്ലെങ്കിൽ 2000 വർഷം പുറകില്, ഇതെല്ലാം നമുക്കുണ്ട്. കാരണം എന്താണ്, നമുക്ക് രാത്രിയുണ്ട്, പകലുണ്ട്. നമുക്ക് രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്. അതേസമയത്ത് സൂര്യന്റെ അടുത്ത് ചെന്നിട്ട് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നാ, ഇന്നൊരു രാത്രി ആയിട്ട് വേണ്ടേ നാളെ നേരം വെളുക്കാൻ. അപ്പോ ഒറ്റ ദിവസമേ ഉള്ളൂ, ഒറ്റ ദിവസം എന്ന് പറയുന്ന പോലെയാണ് ദൈവത്തിന്റെ മുമ്പിൽ ഈ കാലഘട്ടങ്ങൾ മുഴുവൻ ഒറ്റ ദിവസമാണ്. ഇന്ന് എന്ന് പറയുന്ന ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ശംസിയ ഇന്നലെ, ഇന്നും, നാളെയും എല്ലാം ഒരാളാണെന്ന് പറയാനുള്ള കാരണം. അസ്തമിച്ചൊരു ദിവസം പോലെയാണ് 1000 സംവത്സരങ്ങൾ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് എന്ന് പറയുന്ന ഒറ്റ ദിവസമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ഇന്ന്, ആദത്തെ സൃഷ്ടിച്ചത് ഇന്ന്, ആദം പാപം ചെയ്തത് ഇന്ന്, അബ്രാഹം ജനിച്ചത് ഇന്ന്, നോഹ ജനിച്ചത് ഇന്ന്, ഞാൻ ജനിച്ചത് ഇന്ന്, കർത്താവ് ശംസിയ ജനിച്ചത് ഇന്ന്, കർത്താവ് പീഡാസഹനം അനുഭവിച്ചത് ഇന്ന്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഇന്ന്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജനനവും കർത്താവിന്റെ പീഡാസഹനവും കർത്താവിന്റെ മരണവും കർത്താവിന്റെ ഉത്ഥാനവും ഞാൻ അർപ്പിക്കുന്ന ബലിയർപ്പണവും നടക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ഒറ്റ ദിവസമാണ്, ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ചെയ്ത ഒരു ബലിയർപ്പണത്തിന്റെ അനുസ്മരണമാണെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കൂദാശ എന്ന് പറയുന്നത് കൃപാവരത്തെ അനുഭവവേദ്യമാക്കി തരുന്നതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റില് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയും ഈശോ അർപ്പിച്ച ബലിയർപ്പണവും ഒറ്റ ദിവസമാണ് ദൈവത്തിന്റെ മുന്നിൽ നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനിയും നമ്മൾ പരിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയത്ത് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അപ്പൊ അച്ഛൻ അവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബലി അർപ്പിക്കുന്നതെന്നറിയാമോ? അന്ന് പെസഹായുടെ തിരുനാളിൽ കർത്താവ് ഒരു കൽപ്പന തന്നു. എന്താണ്? നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് എന്നാണ് അച്ഛൻ അവിടെ ആദ്യമേ പറയുന്നത്. അപ്പൊ ആളുകൾ എല്ലാവരോടും പറയുവാണ്, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. ആളുകൾ എല്ലാവരോടും പറയാണ്, അച്ഛാ അന്ന് ആ ഒരു കൽപ്പന മാത്രമല്ല അച്ഛാ തമ്പുരാൻ കർത്താവ് തന്നത്, ഗുരുവിൻ സ്നേഹമൊടിയാകം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പുതിയ ഒരു ബലി, എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് പുതിയൊരു ബലിപീഠത്തിൽ നമുക്ക് ഈ ബലി അർപ്പിക്കാം എന്നാണ് ആളുകൾ അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് എന്ന് അച്ഛൻ പറയുമ്പോൾ ആളുകൾ പറയുകയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത്? ആ ഒരു രീതിയിൽ ഒരുങ്ങി നമുക്കൊരു പുതിയ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കാം. ഉടനെ അച്ഛൻ അവിടെ പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി എന്ന് പറഞ്ഞാൽ എവിടെ സംഭവിച്ചതാണ്? കർത്താവ് ജനിച്ച സമയത്ത് നടന്ന പ്രാർത്ഥനയാണത്. കർത്താവ് ജനിച്ച സമയത്ത് മാലാഖമാർ പാടിയ പാട്ടാണ് ആ ഒരു പാട്ട്. എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറയാണ്, ഇതാ നമ്മുടെ ഇടയിൽ ഈശോ ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവാലയം എന്ന് പറയുന്നത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒരു പേടകമായിട്ട് മാറുകയാണ്.
ഈ പേടകത്തിനകത്ത് നമ്മളെ കയറ്റിയിട്ട് നമ്മുടെ സമയവും കാലവും എല്ലാം കട്ട് ചെയ്ത് കർത്താവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിലെല്ലാം കൊണ്ടുവന്ന് പങ്കു ചേർത്തിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന. അപ്പൊ തുടക്കത്തിൽ പറയാണ്, ഇതാ നമ്മുടെ ഇടയിൽ ഈശോ ജനിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി മുതൽ കുർബാന അർപ്പിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടുകൊണ്ടേ കുർബാന അർപ്പിക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് ദൈവത്തിന്റെ മുന്നിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്: നീ ആ സമയത്ത് ഈശോയുടെ പുൽത്തൊഴുത്തിൽ നിന്നെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുകയാണ്. ഈ മാലാഹമാര് വന്ന് ആട്ടിടയന്മാരെ ക്ഷണിച്ചുകൊണ്ട് പോയി കർത്താവിന്റെ പുൽത്തൊഴുത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് കർത്താവ് കൊണ്ടുവന്ന് കർത്താവിന്റെ പുൽത്തൊഴുത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് അരുളപ്പാട് ലഭിച്ച് നീ അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിൽക്കേണ്ടത് ശരിക്കും കർത്താവ് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ തുടക്കത്തില് അവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്, ഇതാ നമ്മുടെ ഇടയിൽ ഈശോ ജനിച്ചിരിക്കുന്നു. അവിടെ പോയി നിൽക്കുമ്പോൾ ആ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ജനിച്ചു കിടക്കുന്ന ഉണ്ണീശോയെ കാണാൻ ഭാഗ്യം ലഭിച്ച ആ ഭാഗ്യത്തിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ അവിടെ ആയിരിക്കാൻ. അത് ആ നന്ദിയോടുകൂടിയാണ് എല്ലാവരും കൂടെ ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. പുത്രനായ തമ്പുരാനെ ഞങ്ങൾക്ക് തന്ന പിതാവായ ദൈവമേ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ. അത് നമ്മൾ മാത്രമല്ല, ഈ ആ സ്ഥലത്ത് സ്വർഗവാസികളും ഉണ്ട് എന്നതുകൊണ്ടാണ് സ്വർഗവാസികളുടെ പ്രാർത്ഥനയായ പരിശുദ്ധൻ 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 എന്ന പ്രാർത്ഥനയും കൂടെ കൂട്ടച്ചേർത്ത് നമ്മൾ ആ പ്രാർത്ഥന സ്വർഗസ്നായ പിതാവേ അവിടെ ചെല്ലുക. അപ്പൊ അതിനെ തുടർന്ന് സങ്കീർത്തന ആലാപനമാണ്. സങ്കീർത്തന ആലാപനം എന്ന് പറയുന്നത് യഹൂദരുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനം. അപ്പൊ ഈശോ തന്റെ രഹസ്യ ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ്. അപ്പൊ ഈശോയുടെ രഹസ്യ കാലം അവിടെ അനുസ്മരിക്കുകയാണ്. നമ്മൾ ഈശോയുടെ കൂടെ വളരുന്ന അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രഹസ്യ ജീവിതകാലത്തെ അനുസ്മരിച്ച് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനാലാപനം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ തുടർന്ന് സർവാധിപനാം കർത്താവേ എന്നുള്ള പാട്ട് പാടുകയാണ്. സർവാധിപനാം കർത്താവേ എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് വിരി തുറക്കുന്നു, അവിടെ അൾത്താരയിൽ വെളിച്ചമുണ്ടാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈശോ 30-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിച്ചു. മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പിതാവിന്റെ സ്വരമുണ്ടായി, അല്ലെ? അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ആ സംഭവത്തെ അനുസ്മരിപ്പിക്കാനായിട്ടാണ് ആ സമയത്ത് വിരു തുറക്കുന്നതും അൾത്താര മുഴുവൻ കാണാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നതും അവിടെ പ്രകാശപൂർണമായിട്ട് മാറുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ മാമോദിസ ഈശോയുടെ മാമോദിസയോട് ചേർന്നുള്ളതാണ്. ഈശോ ജോർദാനന്ദയിൽ മാമോദിസ സ്വീകരിച്ചപ്പോ ആ കൂട്ടത്തിൽ നമ്മളും കൂടെ പോയി നമ്മുടെ മാമോദിസ സ്വീകരിക്കുന്നതാണ് അവിടെ നടക്കുന്ന സംഭവം. അപ്പോ സർവാധിപനാം കർത്താവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ മാമോദിസ അനുസ്മരിക്കുന്നതിനോടൊപ്പം നമ്മളും ഈശോയോട് ചേർന്ന് മാമോദിസ മുങ്ങുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇനിയും അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് പരിപാവന സർവേശ എന്നുള്ള പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ സ്വർഗം കണ്ടു കഴിയുമ്പോൾ ആളുകളുടെ വികാരമാണ് അത്. എന്ന് പറഞ്ഞാൽ ഏശയ്യാ പ്രവാചകൻ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാർത്ഥന എന്താണ്? പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാണ്. ഈ ഒരു പ്രാർത്ഥനയാണ് സ്വർഗം കണ്ടതിന്റെ ആനന്ദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പരിപാവന സർവേശ എന്നുള്ള പ്രാർത്ഥന. അതേ തുടർന്ന് കർത്താവ് തന്റെ പരസ്യ ജീവിതകാലം ആരംഭിക്കുകയാണ്. അവൻ വചനം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. പഴയ നിയമം മുതല് എല്ലാ കാര്യങ്ങളും അവൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പഴയ നിയമം മുതലുള്ള സംഭവങ്ങൾ വായിക്കുന്നത്. പഴയ നിയമം മുതല് തമ്പുരാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു കൊടുത്തു എന്നതുകൊണ്ടാണ് പഴയ നിയമവും പുതിയ നിയമവും അവിടെ വായിക്കുക. അതിനെ തുടർന്ന് കർത്താവ് തന്റെ വചനം പുതിയ നിയമത്തിലൂടെ തന്റെ സുവിശേഷം അറിയിച്ചു എന്നതുകൊണ്ടാണ് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് വൈദികൻ വന്ന് സുവിശേഷം അവിടെ വായിക്കുന്നത്, സുവിശേഷ വായന നടത്തുന്നത്. അത് കർത്താവ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് മുഖം മറച്ചു പിടിച്ച് വൈദികൻ അവിടെ വന്ന് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം കർത്താവിന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതകാലം അവിടെ സംഭവിക്കുക. ഇനി അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇടദിവസങ്ങളിലാണെങ്കിലും വൈദികരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു 2 സെന്റൻസ് എങ്കിലും വചന വ്യാഖ്യാനം നടത്തണം. ഈ വചന വ്യാഖ്യാനം നടത്തണമെന്ന് കൃത്യമായിട്ട് പറയാനുള്ള കാരണം പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവമാണ്. അവിടെ ഈശോ വചനം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക കൂടെ ചെയ്തു. അപ്പൊ അവിടെ വചനം വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ ആ ഒരു സംഭവം അവിടെ ഇല്ലാതായി പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു 2 സെന്റൻസ് എങ്കിലും വചന വ്യാഖ്യാനം പരിശുദ്ധ കുർബാനയിൽ നിർബന്ധമാണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് വചന വ്യാഖ്യാനം ഈശോ വചനം പഠിപ്പിച്ചു കൊടുത്തു, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് കാർസുസ പ്രാർത്ഥനയാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അനേകം ആളുകൾ വന്ന് കർത്താവിന്റെ അടുക്കൽ വന്ന് അവരുടെ യാചനകൾ സമർപ്പിച്ചു, അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു. അപ്പൊ വന്നവരെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്താണ് വിട്ടത്.
അപ്പൊ അത് ആ കാർസുസ പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലപ്പോഴും ഉള്ള വിചാരം റെസ്റ്റ് എടുക്കാനുള്ള സമയമാണെന്ന. അല്ല, അത് കർത്താവിന്റെ അടുത്ത് എന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമാണ്. ശുശ്രൂഷ അവിടെ നിന്നുകൊണ്ട് പൊതുവായിട്ടുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാനുള്ള സമയമാണ്. നമുക്കറിയാലോ, പരിശുദ്ധ കുർബാനയ്ക്കകത്ത് നമ്മളുടേതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള രണ്ടേ രണ്ട് ഭാഗം മാത്രമേ കുർബാനയിലുള്ളൂ. അല്ലാത്ത ഒരു സ്ഥലത്തും ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ പാടില്ല, കുറയ്ക്കാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നറിയാവോ, പരിശുദ്ധ കുർബാനയിൽ കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള ഒരു സ്ഥലം കാർസുസ പ്രാർത്ഥനയാണ്. നമ്മുടെ എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ആ നിയോഗം അവിടെ എഴുതി വേണമെങ്കിൽ വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സമാധാനാശംസ കഴിഞ്ഞു കഴിയുമ്പോൾ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ മരണം മൂലം ഈ ലോകത്തിന് വേർപെട്ട് പോയ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ ഭാഗത്ത് ആ നിയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കാൻ, അവർ പേര് പറഞ്ഞ് സമർപ്പിക്കാനുള്ള അവസരമാണ്. ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ പരിശുദ്ധ കുർബാനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് അനുവാദമുള്ളൂ. അപ്പൊ ഈ കാർസുസ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭ മുഴുവൻ എന്ന് പറഞ്ഞാൽ വിജയസഭയും സഹനസഭയും സമരസഭയും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയമാണ് കാർസുസ പ്രാർത്ഥന. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒത്തിരിയേറെ ആളുകൾ വന്ന് അവന്റെ അടുത്ത് പ്രാർത്ഥനകൾ സമർപ്പിച്ചു, അവൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സമയത്ത് കാർസുസ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർസുസ പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോ ആരോ ഒരാളൊന്ന് മൈക്ക് ഓഫ് ആക്കാനുണ്ടെന്ന് ഓഫാക്കാവോ? എമിലി എന്ന് പറയുന്ന ഒരാളൊരു മൈക്ക് ഒന്ന് ഓഫ് ആക്കാനുണ്ടെന്ന് ഓഫാക്കാവോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് കാർസുസ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ സംഭവങ്ങളാണ് അനുസ്മരിക്കുന്നത്. അനേകം ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന സമർപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. നമ്മുടെ എല്ലാ നിയമങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് കാർസുസ പ്രാർത്ഥന. അപ്പൊ അവിടെ ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അനേകം ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചതിനെയാണ് അവിടെ സംഭവം ഓർക്കുക. ഇനി അതിനെ തുടർന്ന് രണ്ട് വശത്തു നിന്നും തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് വന്ന് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്തിനാണ് ഈ രണ്ട് വശത്തു നിന്നും തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് വരിക? അവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് ഉയർത്തിയാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് പോരാ. കാരണം എന്താണ്? അത് കർത്താവിന്റെ പീഡാസഹന യാത്രയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് രണ്ട് വശത്തു നിന്നും എടുത്തുകൊണ്ട് വരുന്നത്. നടുക്ക് കൊണ്ടുവന്ന് ബലിപീഠത്തിന് അവിടെ കൊണ്ടുവന്നിട്ട് വൈദികൻ ഇങ്ങനെ കുരിശാകൃതിയിൽ മുകളിലേക്ക് ഉയർത്തും. ഇതാ നമ്മുടെ കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. താഴേക്ക് കൊണ്ടുവന്ന് 3 പ്രാവശ്യം ഇത് തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് താഴെ വെക്കും. എന്താണെന്നറിയാവോ? അത് 3-ാം മണിക്കൂറായിരുന്നു. അതിനുശേഷം ശോശപ്പ എടുത്തു വെച്ച് മൂടും. ഇതാ നമ്മുടെ കർത്താവ് മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ടു. ഇതാണ് അവിടെ അനുസ്മരിക്കുന്ന സംഭവം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് തമ്പുരാന്റെ കൂടെ നിൽക്കാനുള്ള അവസരമാണ്. നമ്മൾ ഈ 16 സ്ഥലമൊക്കെ അല്ലെങ്കിൽ ഈ നമ്മുടെ പീഡാനുഭവ കർമ്മ 16 സ്ഥലം ചൊല്ലുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ്, ആ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാനങ്ങെ സഹായിക്കുമായിരുന്നു. അത് വെറും വാക്കല്ല എങ്കിൽ പരിശുദ്ധ കുർബാനയിൽ അത് റിയൽ ആയിട്ട് കർത്താവിന് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ രണ്ട് വശത്തും തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് വന്ന് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കുരിശാകൃതിയിൽ ഉയർത്തി അവിടെ കൊണ്ടുവന്ന് വെച്ച് കർത്താവിന്റെ കബറടക്ക ശുശ്രൂഷ വരെയുള്ള ഭാഗത്ത് പങ്കുചേരുന്നതാണ്. അപ്പൊ അതിനെ തുടർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ വിശുദ്ധ കുർബാനയുടെ കാർസുസ ഭാഗത്തേക്ക് കൂദാശ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വിശ്വാസ പ്രമാണം മുതൽ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞുള്ള റൂഹാഷണ പ്രാർത്ഥന വരെയുള്ള സമയമാണ് വിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗം എന്ന് പറയുക. കൂദാശ ഭാഗം എന്ന് പറയുന്നത് ഈ അപ്പം ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത് ആ ഒരു ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാർത്ഥനയുടെ സമയത്താണ്. അല്ലാതെ ഇന്ന ഒരു പ്രാർത്ഥനയുടെ സമയത്താണ് അപ്പം തിരുശരീരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കൂദാശ ഭാഗം മൊത്തമാണ് ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗം എന്ന് പറയാം. അപ്പൊ അതിന് മുമ്പുള്ളത് ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ഉത്ഥാനം വരെയുള്ള ഭാഗം അനുസ്മരിച്ച് ആ ഉത്ഥാനത്തിന്റെ കബറിടത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൂദാശ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ കൂദാശ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂദാശ ഭാഗത്തിന് ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അത് ഒരുക്കി വെച്ചിരിക്കുക. ഈ കൂദാശ ഭാഗത്തിന്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് താഴ്ന്നു കിടന്ന് വൈദികൻ തീരെ താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ ശരിക്കുള്ള രൂപം എന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് വൈദികൻ നിലം താഴെ കിടന്ന് ബലിപീഠത്തിന് താഴെ കിടന്നുകൊണ്ടാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഇപ്പൊ നമ്മൾ കുനിഞ്ഞു നിന്ന്
ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നിലന്താണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം എഴുന്നേറ്റ് ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് യാചന നടത്തും. അതിനെ തുടർന്ന് താഴ്ന്ന സ്വരത്തിൽ അല്പം കുനിഞ്ഞ് താഴ്ന്ന സ്വരത്തിൽ ഒരു പ്രാർത്ഥനയിലും അതിനുശേഷം നേരെ നിന്നുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ നിനക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയും. അങ്ങനെ 4 പ്രാവശ്യം നമ്മൾ ചൊല്ലും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കമിഴ്ന്ന് കിടന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്, പാപിയാണ്, ഈ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത എനിക്ക് തരണേ എന്നാണ് വൈദികൻ താഴ്ന്നു കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതിനെ തുടർന്ന് ആളുകളുടെ സഹായം ചോദിക്കും. ഈ കുർബാന എന്റെ കരങ്ങൾ വേണ്ടി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് സഹായം ചോദിക്കും. അതിനെ തുടർന്ന് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന ആദ്യം മുതൽ ഈ കർത്താവിന്റെ കബറിടത്തിൽ നിന്നുകൊണ്ട് ആദ്യം മുതൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളെ എണ്ണി 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 പറഞ്ഞ് അനുസ്മരിക്കുകയാണ്. അതിനെ തുടർന്ന് നേരെ നിന്നുകൊണ്ട് സ്തുതിപ്പിന്റെ പ്രാർത്ഥന ചൊല്ലും. അപ്പൊ ഇത്രയാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് പരിശുദ്ധ കുർബാനയുടെ അനാഫറ അല്ലെങ്കിൽ ഈ കൂദാശ ശുശ്രൂഷ എന്ന് പറയുക, കൂദാശ ഭാഗം എന്ന് പറയുക. അതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആവശ്യപ്പിക്കുന്നതോടെ ഈ അപ്പം ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈശോയുടെ ശരീരവും രക്തവും സത്താപരമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടിരുന്നു. അപ്പോ ഈ സത്താപരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പൊ അതിനകത്തെ കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തിയിലെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടി അന്ത്യത്താഴ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് പറഞ്ഞത് ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു. അതുകൊണ്ടാണ് ആ അനുസ്മരണ പ്രാർത്ഥനയുടെ സമയത്ത് അതും കൂടെ അനുസ്മരിക്കുക. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇനി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അപ്പം വെറും അപ്പമായിരുന്നത് ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറി. ഈശോയുടെ ശരീരം, ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്ന ഉടനെ തന്നെ നമുക്കുണ്ടാകുന്ന വികാരമാണ് ഞാൻ പാപിയാണെന്നുള്ള വികാരം. അതുകൊണ്ടാണ് ഉടനെ എല്ലാവരും കൂടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണം, ഞങ്ങൾ പാപിയാണ്, അയോഗ്യരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതിനകത്ത്. അപ്പൊ നമ്മൾ മുട്ടിന്മേൽ നിൽക്കേണ്ടതാ. നമ്മളൊരു കാര്യം ഓർക്കണമെന്നറിയാവോ, നമ്മൾ മുട്ടിന്മേൽ നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മൾ ആ സമയത്ത് മുട്ടിന്മേൽ നിൽക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്റെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ. ഞാൻ കസേര കയറി ഇരിക്കുകയാണ്. കസേര കയറി ഇരുന്നുകൊണ്ട് എന്റെ പാപവും അപരാധവും പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറും വാചിക പ്രാർത്ഥനയാണ്, അതുകൊണ്ട് അർത്ഥമില്ല. അപ്പൊ അതിന്റെ ഒരു പോസ്റ്ററാണ് നമ്മൾ മുട്ടുമേ നിൽക്കുക എന്ന് പറയാം. ആ മുട്ടുമേ നിൽക്കണം. ഇനി മുട്ടുമേ നിൽക്കാൻ അത്രയ്ക്ക് പ്രയാസമാണോ, ത്യാഗത്തോടു കൂടി എഴുന്നേറ്റെങ്കിലും നിൽക്കണം. ആ സമയത്ത് ഒരു കാരണവശാലും ഇരിക്കരുത്, ഇരിക്കാനുള്ള സമയമല്ലത്. ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലാതായി പോകും. നമ്മൾ വെറുതെ വാചിക പ്രാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് കർത്താവ് പറയും, നിങ്ങൾ ബലി അർപ്പിക്കാതിരുന്നിരുന്നുവെങ്കിൽ, ആരെങ്കിലും പോയി ആ ദൈവാലയത്തിന്റെ വാതിലൊന്ന് അടച്ചിരുന്നുവെങ്കിൽ, കാരണം നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ്, നിങ്ങൾ വെറും വാക്കുകൊണ്ട് തന്നെ സ്തുതിക്കുകയാണ്. അത് കർത്താവിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ മുട്ടുമേ നിൽക്കേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നപ്പോ നമുക്കുണ്ടാകുന്ന വികാരമാണ് ഞാൻ പാപിയാണ്, അയോഗ്യനാണെന്നുള്ള വികാരം. ആ വികാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പാപങ്ങളും അപരാധങ്ങളും പുറത്തു തന്നതിന്റെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മൾ എല്ലാവരും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കും. ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ വൈദികന്റെ ഭാഗത്തു നിന്നും ശുശ്രൂഷയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ആ സമയത്ത് പലരും അങ്ങ് ഇരിക്കുകയാണ്. കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് എടുക്കുകയാണ്. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പയ്യെ എഴുന്നേക്കുക. അച്ഛന്റെ പ്രാർത്ഥനയുടെ സമയത്താണ് എഴുന്നേക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന ഞങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമാകരുതേ, ഞങ്ങൾക്ക് ഇത് തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വലിയ പ്രാർത്ഥന നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് ഈശോയെ സ്വീകരിച്ചതിന് നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കണം. അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അപ്പൊ നമ്മളതോടെ എഴുന്നേറ്റ് നിൽക്കണം. ഇനി അത് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കൂടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ശുശ്രൂഷയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വൈദികന്റെ ഭാഗത്തു നിന്നും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ കുർബാന ഞങ്ങൾക്ക് തന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നുള്ള സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും. നമ്മൾ മാത്രമല്ല പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്, മറിച്ച് സ്വർഗവാസികളും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും ഈ പരിശുദ്ധൻ 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 എന്ന് കൂട്ടിച്ചേർത്ത് സ്വർഗസ്നായ പിതാവേ നമ്മൾ ചെല്ലുക. അതേ തുടർന്ന് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന കർത്താവിന്റെ വാക്കോടുകൂടി ആശീർവാദത്തോടുകൂടി കർത്താവ് സ്വർഗത്തിലേക്ക് പോയതിനെ അനുസ്മരിച്ചുകൊണ്ട്
കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നു, നമ്മളെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ഇതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിൽ കർത്താവിന്റെ മുന്നിൽ, നമ്മുടെ മുന്നിലല്ല, കർത്താവിന്റെ മുന്നിൽ റിയൽ ആയിട്ട് നിന്നെ കൊണ്ടുവന്ന് പങ്കു ചേർത്ത് ഇറക്കി വിടുന്നതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇതൊരു പ്രാർത്ഥനാ ശുശ്രൂഷ പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു അനുസ്മരണ ചടങ്ങ് പോലെയോ നടത്തേണ്ട ഒന്നല്ല ഈ പരിശുദ്ധ കുർബാന എന്ന് പറയാം. അത് റിയൽ ആയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ റിയൽ ആയിട്ട് ഈശോയുടെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിൽ ഈശോയോടൊപ്പം ജനിച്ച്, ഈശോയോടൊപ്പം വളർന്ന്, ഈശോയോടൊപ്പം മാമോദീസ മുങ്ങി, ഈശോ പറയുന്നത് കേട്ട്, ഈശോ പറയുന്ന വ്യാഖ്യാനം ശ്രവിച്ച്, കർത്താവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും കൊണ്ടുവന്ന് പങ്കുചേർത്ത് സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിൽ ചേർത്ത് നമ്മളെ ഈശോയുടെ ശരീരമാക്കി മാറ്റുന്നതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലൊട്ടും വെള്ളം ചേർക്കല്ലേ, അതിലൊട്ടും വെള്ളം ചേർക്കരുത്. പരിശുദ്ധ കുർബാനയ്ക്കകത്ത് വെള്ളം ചേർത്താൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം വേറെയില്ല. ഇതിനേക്കാൾ വലിയൊരു ക്രൂരത കർത്താവിനോട് കാണിക്കാനില്ല. കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുട്ടിന് വേദനയുണ്ട്, കാലിന് വേദനയുണ്ട്, ശരീരവേദനയുണ്ട്, ഒക്കെ ശരിയാണ്. ഇത് നാല് കാലിലെ കട്ടിലേൽ കർത്താവ് നിവർന്ന് കടന്ന് അല്ലെങ്കിൽ ഫുഡ് അടിച്ചതിന്റെ അനുസ്മരണം അല്ല. ഇത് കർത്താവ് നമുക്ക് വേണ്ടി അതികഠിനമായ വേദന സഹിച്ച് പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ചതിന്റെ ഓർമ്മയാ, മരിച്ചുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മയാ. അപ്പൊ ആ ഓർമ്മയാചരണം നമ്മൾ നടത്തുമ്പോൾ അത് റിയലായിട്ട് നമ്മളുടെ കൺമുമ്പിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ വേദനകളും കൂടെ സമർപ്പിച്ചുകൊണ്ട് വേണം അർപ്പിക്കാൻ. എന്റെ ഒരു വേദന, കാലിന് വേദന പോലും എനിക്ക് ഇതിന് സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ അത് ഒരിക്കലും എന്റെ ബലിയർപ്പണം ആവില്ല. കർത്താവിനെ ക്രൂശിക്കാൻ വിട്ടിട്ട് മാറി നിന്ന് ഈ ചൂട് പിടിച്ച പത്രോസിനെ പോലെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അങ്ങനെ നിൽക്കുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ പ്രവൃത്തിയാണ്, നമ്മൾ ഓർക്കണം. ഇനി ഇതിന്റെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പെട്ടെന്ന് ഓർക്കാം. അതായത് ഒന്നാമത്തെ ഒരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി കർമ്മങ്ങളുണ്ട്, ഒത്തിരി കർമ്മ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കരങ്ങള് ഉയർത്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോന്നിനും ഓരോ അർത്ഥമാണ്. കരങ്ങൾ വിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. ഉദാഹരണം പറഞ്ഞാല് മോശ, ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോശ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. മോശയുടെ കൈ താണു പോകുമ്പോൾ ഇസ്രായേൽ ജനം തോറ്റുകൊണ്ടിരിക്കും. അപ്പോ ജോഷുവായും ഒക്കെ വന്നിട്ട് ഈ കൈ ഉയർത്തിപ്പിടിക്കും. എന്നിട്ട് വീണ്ടും താണു പോകുന്നത് കാണുമ്പോൾ ഈ കൈയുടെ താഴെ രണ്ട് വലിയ കല്ലുകൾ ഉരുട്ടി വയ്ക്കും, അത് താണു പോവാതിരിക്കാനായിട്ട്. അപ്പോ ഈ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ആ കൈയിലേക്ക് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും വെച്ചു കൊടുക്കണം. വിശുദ്ധ കുർബാനയിൽ ആ സമയത്ത് സമർപ്പിച്ചാൽ സാധിക്കാത്ത യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിക്കുന്ന ആ അർത്ഥമാണ്. ഇനി കരങ്ങൾ മുന്നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർന്നു പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. സ്വർഗത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതികളും ഉയർത്തുന്നതിന്റെ സൂചനയായിട്ടാണ് കരങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നത്. അപ്പൊ ഇങ്ങനത്തെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ ഓരോന്നിന്റെയും അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുണ്ട്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പൊ ധൂപക്കുറ്റി ഉപയോഗിക്കുന്നു. ധൂപക്കുറ്റി ഉപയോഗിക്കുമ്പോൾ ഈ ധൂപക്കുറ്റി ആ ഒരു സാധനം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രാർത്ഥനയുടെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ധൂപക്കുറ്റിയിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, 4 താഴേക്കുള്ള വള്ളികളായിരിക്കും ഉണ്ടായിരിക്കുക. 4 ഇതിലായിരിക്കും, ചങ്ങലയിലായിരിക്കും അത് കോർത്തെടുത്തിരിക്കുക. അതിന്റെ കാരണം എന്തറിയാവോ? അത് അവിടെ ആ ധൂപക്കുറ്റിയിൽ 4 കാര്യങ്ങൾ വെക്കുമ്പോൾ അതിന്റെ അനുസ്മരിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പുത്രന് 2 സ്വഭാവം ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് 3+1 2 സ്വഭാവം എന്നതുകൊണ്ടാണ് 4 വള്ളികൾ, 4 ചങ്ങലകൾ താഴേക്ക് വരിക. ആ 4 ചങ്ങലകളിലുള്ളത് 12 മണികളായിരിക്കും. ഈ 12 മണികൾ സ്ലീഹന്മാരെ അനുസ്മരിക്കുന്നതാണ്. ഇനി അതില് 72, ഓരോ ചങ്ങലയിലും 72 കണ്ണികളായിരിക്കും ഉള്ളത്. ഈ 72 കണ്ണികൾ എന്ന് പറയുന്നത് ഈശോ തനിക്ക് മുമ്പേ ഒരുക്കാനായിട്ട് അയച്ച ശിഷ്യഗണത്തിന്റെ ശിഷ്യഗണത്തെ ഓർക്കുന്നതാണ്. അപ്പൊ ഒരു ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ധൂപക്കുറ്റി എന്ന് പറയുന്നതിന്റെ അകത്ത് പോലും എന്തുമാത്രം അർത്ഥങ്ങളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ അനുസ്മരിക്കുന്നു, പുത്രന്റെ 2 സ്വഭാവത്തിനെ അനുസ്മരിക്കുന്നു, കർത്താവിന്റെ സ്ലീഹന്മാരെ അനുസ്മരിക്കുന്നു, ശിഷ്യന്മാരെ, നമ്മളെ ഒരുക്കാനുള്ള ശിഷ്യന്മാരെ അനുസ്മരിക്കുന്നു, അല്ലെ? അതിൽ ഉപയോഗിക്കുന്ന തീ, കനല്, അത് നമ്മുടെ പാപത്തെ ദഹിപ്പിച്ച് കളയുന്നതിനെ സൂചിപ്പിക്കുന്നു. അതിൽ നിന്ന് ഉയരുന്ന പുക എന്ന് പറയുന്നത് നമ്മുടെ സ്തുതികളും പുകഴ്ചകളും നമ്മുടെ പാപപരിഹാരവും എല്ലാം ദൈവത്തിലേക്ക് ഉയരുന്നതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞു സാധനത്തിൽ പോലും ഒത്തിരി അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ഓരോ പ്രതീകങ്ങളും കാര്യങ്ങളും ഉള്ളത്.
അപ്പൊ അതുകൊണ്ട് ഞാനിത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് ഇനി മനസ്സിലാകാത്ത കാര്യങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ചോദിക്കാവോ? ശരിക്കട്ടെ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഒരു നന്ദി പറയുകയാണ്. അറിയും തോറും വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇത്രയും കാലം ഒന്നും മനസ്സിലാക്കിയ രീതിയിലല്ല പിന്നെയും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു. കൂടുതൽ വ്യാഖ്യാനം പറഞ്ഞതിന് നന്ദി പറയുന്നു. ഒരു സംശയം, സമർപ്പണത്തിന്റെ സമയത്ത് സമയം കഴിഞ്ഞ് അടക്കം ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ് അല്ലേ? കുർബാനയില് അത് കഴിഞ്ഞ് വീണ്ടും മരണത്തെക്കുറിച്ച്, കാറസൂസ കഴിഞ്ഞ് മരണത്തെക്കുറിച്ച്, എന്നിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ? അല്ല, കാറസൂസ എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യജീവിതകാലമാണ്. പരസ്യജീവിതകാലത്ത് അനേകം ആളുകൾ വന്നു പ്രാർത്ഥിച്ചു, അതിന്റെ ഓർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ട് വശത്തു നിന്ന് എടുത്തോണ്ട് വന്ന് കുരിശകത്തി മുകളിലേക്ക് കൊടുത്തുന്നതാണ് കർത്താവിന്റെ പീഡാനുഭവ യാത്രയും കുരിശ് മരണവും. താഴേക്ക് കൊണ്ടുവന്ന് ശ്വാസപ്പാ വെച്ച് മൂടുന്നതാണ് കർത്താവിന്റെ കബറടക്ക ശുശ്രൂഷ. അതിനുശേഷം നമ്മള് മിശിഹാ കർത്താവൻ കൃപയെന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലേ, ആ പാട്ടിന്റെ സമയത്ത് ഈ ശ്വാസപ്പാ എടുത്ത് ഇതിന് ചുറ്റും വെക്കും. അത് കർത്താവിന്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കാനാണ്. കർത്താവ് ഉത്ഥാനം ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ചുരുട്ടി വെച്ചിരിക്കുന്നതായി കണ്ടു അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചുരുട്ടി വെക്കുന്നത്. അവിടം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് കർത്താവിന്റെ ഉത്ഥാനം വരെയുള്ള ഭാഗമാണ്. മനസ്സിലായോ? ഉത്ഥാനം വരെയുള്ള ഭാഗമാണ്. ആ ഉത്ഥാനം ചെയ്ത് ആ കല്ലറയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവർത്തികളെ അനുസ്മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ഭാഗത്ത് ആ അനുസ്മരണ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ കൂദാശ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. മനസ്സിലായോ? ആ കവറടത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ബാക്കി നമ്മൾ അനുസ്മരണം നടത്തുന്നത്. പരിശുദ്ധ കുർബാന ആശീർവദിച്ചു നൽകുന്നു. അതുപോലെ മറ്റു മതസ്ഥരുടെ പ്രസാദം പോലെ ഉള്ളവ നമുക്ക് കഴിക്കാനാകുമോ? അത് തെറ്റല്ലേ? ഉദാഹരണം ശബരിമല പോലെ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സ്കൂളുകൾ തരാറുള്ളത്. നമ്മള് പരിശുദ്ധ കുർബാനയും മറ്റ് പ്രസാദവും രണ്ടാണ്. അതെപ്പോഴും ഓർത്തോണം. ഈ കുർബാന എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഫലമായിട്ട് തരുന്ന ഒരു പ്രസാദമൊന്നുമല്ല. ഈ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരവും രക്തവുമാണ്. അതാണ് നമുക്ക് അത് ഒരു പ്രസാദത്തോടൊന്നും അതിനെ താരതമ്യപ്പെടുത്തരുത് കേട്ടോ. അതല്ല പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലേ, പരിശുദ്ധ കുർബാനയിൽ സത്താപരമായിട്ടുള്ള മാറ്റമാണ് വരുന്നത്. അത് നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ, സത്താപരമായിട്ടുള്ള മാറ്റം എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഹന്നാവെള്ളത്തിന്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോ ഇത് രണ്ടും ഒരുപോലെയാന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത് കേട്ടോ. ഇത് അങ്ങനെയല്ല. ഇപ്പൊ അല്ലെങ്കിൽ ഒരു സാധനം വെഞ്ചരിച്ച് തരുന്നത് പോലെ അങ്ങനല്ല. ഇത് ശരിക്കും ഈശോയുടെ ശരീരവും രക്തവുമാണ് നമുക്ക് തരുന്നത്. ഇനി ഈ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അതിന് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? വിഗ്രഹം എന്ന് എന്നെ സംബന്ധിച്ചൊന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. വിഗ്രഹം എന്നത് എന്നെ സംബന്ധിച്ചില്ല. കാരണം എന്താണ്? വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏക ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പം ഞാൻ വേറൊരു കാര്യത്തെ വിഗ്രഹം എന്ന് വിളിക്കണമെങ്കിൽ, വേറൊന്നിനെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അതിനെ ദൈവമായിട്ട് അംഗീകരിക്കണം. എനിക്കൊരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. ഇനി പൗലോസ്ലീഹയുടെ വിശ്വാസം അത്രയ്ക്ക് ശക്തമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യമുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമതൊരു കാര്യം വിചാരിക്കണമെന്നറിയാവോ? പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ തന്ന സ്നേഹത്തെ പ്രതി നിനക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, പക്ഷെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റൊരാൾക്ക് ഇത് ഉതപ്പിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നറിയാവോ? ശക്തമായ വിശ്വാസത്തോടുകൂടി വേറൊരു ദൈവമില്ല, വേറൊരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് ഉറപ്പുള്ള ഒരാള് ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും ആ ആളെ അത് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ആ ആളെ അത് ബാധിക്കാനായിട്ട് സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസ കുറവുണ്ടെങ്കിൽ അത് പിശാചെടുത്ത് ഉപയോഗിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ആഭിചാരക്രമങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ഒരുക്കമില്ലാതെ നമ്മൾ ഭക്ഷിച്ചാൽ
അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ഭക്ഷിക്കരുത്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ അങ്ങനത്തെ ഒരു കാര്യമല്ല, നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന് മുകളിൽ ഒന്ന് കുരിശ് വരച്ചിട്ട് ഭക്ഷണം കഴിക്കാവുള്ളൂ. അതൊരു ശീലമാക്കണം. അത് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും ലോകത്ത് എവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് മുകളിൽ ഒന്ന് കുരിശ് വരച്ചിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ വിശുദ്ധീകരിച്ചിട്ട് എന്ത് സാധനം കഴിച്ചാലും അതിനെ വിശുദ്ധീകരിച്ചിട്ടേ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. ശരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ടുള്ള ആ സമയത്ത് ഇരിക്കുന്നതിന് തെറ്റുണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആളുകൾ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇരിക്കുകയാണ് അല്ലേ? അല്ല, എന്നിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നതിനും വരുന്ന ഒരു 2-3 മിനിറ്റ് സമയം വരുന്നുണ്ടല്ലോ, ആ പുറകിൽ നിന്ന് ലൈൻ വന്ന് വരുന്ന ആ സമയത്ത് അത്ര സമയം ഇരിക്കുന്നതിന് തെറ്റുണ്ടോ? അത്ര സമയം ഇരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാല് അത് നമ്മളുടെ ഒരു മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ അത്രയും സമയം നമ്മൾ വീണ്ടും അത്രയും സമയം നിന്നു, ഇനി വീണ്ടും ഒത്തിരി സമയം വെറുതെ അങ്ങനെ നിൽക്കുന്നു എന്നൊരു സ്ഥിതിയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഒരാളുടെ ഇതോണാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇരിക്കാം. അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ എന്നാൽ അതിനുശേഷം വീണ്ടും നമ്മൾ നിൽക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും സമയം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാം എന്നത് നമ്മുടെ ഒരു മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറയുന്നൊരു കാര്യം, ആ സമയത്ത് ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇരിക്കുന്നു എന്നതുകൊണ്ട്, ആ സമയത്ത് ഇരിക്കുന്നു എന്നതുകൊണ്ട് അതൊരു വലിയ തെറ്റായിട്ടും കാണണ്ട. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം നിന്നതാണ്, ഇനിയുള്ള സമയത്ത് നമ്മൾ നിൽക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് നമ്മൾ ഒരിച്ചിരി സമയം കിട്ടി ഒന്ന് ഇരുന്ന് അതിനുശേഷം നമ്മൾ കുർബാന എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ്, ഇനിയും എനിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഒരല്പസമയം ഒന്ന് ഇരുന്ന് ഒന്ന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം കുർബാന സ്വീകരിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള സമയത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്ത് തെറ്റില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണെങ്കിൽ നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. കുർബാനയുടെ സമയത്ത് മുട്ടുകുത്തുന്ന ഭാഗമുണ്ടല്ലോ, അത് ഏത് പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് നമ്മൾ മുട്ടുകുത്തേണ്ടത്? കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മുടെ റൂഹാഷണ പ്രാർത്ഥന എന്ന് പറയും അല്ലെ? റൂഹാഷണ പ്രാർത്ഥനയോടുകൂടിയാണ് ഈശോ ഈ തിരുശരീരവും തിരുരക്തവുമായിട്ട് പൂർണ്ണമായിട്ട് മാറ്റപ്പെടുക. ആ പ്രാർത്ഥനയുടെ സമയത്തൊന്നല്ല, ആ പ്രാർത്ഥനയോടുകൂടി അത് പൂർണ്ണമാക്കപ്പെട്ടു. അങ്ങനെ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മുട്ടുമേ നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പം മുതലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്റെ പാപവും അപരാധം കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ, അതുവരെ എന്റെ കണ്ണുകൾ അങ്ങനെ തന്നെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞുള്ള സങ്കീർത്തനത്തോടു കൂടിയാണ് അതങ്ങ് തുടങ്ങുന്നത് അല്ലെ? അപ്പൊ അവിടെ മുതല് സ്വർഗ്ഗസ്നാപിതാവേ എന്നുള്ള പ്രാർത്ഥന തുടങ്ങുന്നത് വരെയുള്ള ഭാഗത്ത് നമ്മുടെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ സമയത്താണ് നമ്മൾ മുട്ടുകുത്തുന്നത്. അല്ല, സ്വർഗവാസിയുള്ള സമാധാനം അങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ഈ എന്തോ സ്വർഗവാസിയുള്ള സമാധാനം. ആ സമയം മുതൽ സങ്കീർത്തനം ചൊല്ലുന്നതും റൂഹാഷണ പ്രാർത്ഥന കഴിയുന്ന സമയം മുതൽ നമുക്ക് മുട്ടുമേ നിൽക്കാം. നമ്മള് വിശുദ്ധ കുർബാനയില് 3 പ്രാവശ്യമായിട്ട് സ്വർഗ്ഗസ്നാപിതാവേ ചൊല്ലുമല്ലോ. അപ്പൊ അതില് രണ്ടാമത് ചൊല്ലുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആദ്യമേയും അവസാനവും ചൊല്ലുമ്പോ അതിന്റെ കൂടെ പരിശുദ്ധൻ 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 എന്ന് ചേർക്കുകയും പിന്നെ അതിൽ തന്നെ നമ്മള് 2 തവണയായിട്ട് ചൊല്ലുമല്ലോ, ആദ്യമേ അവസാനവും. അതിന് പിന്നിലുള്ള ഒരു ചിന്ത എന്താണ്? ഞാനത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതായത് ആദ്യ സമയത്ത് ഈശോയുടെ നമ്മുടെ പുൽത്തൊഴുത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സ്വർഗ്ഗസ്നാപിതാവേ ചൊല്ലുന്നത്. ആ പുൽത്തൊഴുത്തില് നമ്മൾ മാത്രമല്ല സ്വർഗവാസികളുമുണ്ട്. അപ്പൊ സ്വർഗവാസികളുടെ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ അതിനെ ഓർത്തുകൊണ്ടാണ് അവിടെ പരിശുദ്ധൻ 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 എന്ന് കൂട്ടിച്ചേർത്ത് ചെല്ലുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥന സ്വർഗ്ഗസ്നാപിതാവയുടെ ഇടയ്ക്ക് സ്തുതിപ്പും കൂടെ വെക്കും. കാരണം എന്താണ്? അവിടെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? ഈശോയെ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചു തന്ന പിതാവായ ദൈവമേ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവിടെ 2 പ്രാവശ്യം സ്തുതിപ്പിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വർഗ്ഗസ്നാപിതാവേ എന്നുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അവസാന ഭാഗത്തും ഇതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് തന്ന പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സ്തുതിപ്പോടുകൂടി തന്നെ സ്വർഗ്ഗസ്നാപിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല സ്വർഗവാസികളും കൂടെ ചേർന്നാണ് പങ്കെടുത്തത് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്
അവിടെ പരിശുദ്ധൻ 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 എന്ന് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കും. ഈ ഇടയ്ക്കുള്ള സ്വർഗസ്നാതാവ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തതിന്റെ നന്ദിയോടുകൂടെ ഞങ്ങള് മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും പൊറുക്കണമേ എന്നുള്ളതിന്റെ പൂർത്തീകരണ പ്രാർത്ഥനയാണ് ആ സ്വർഗസ്നാപിതാവേ എന്നുള്ളത്. ഇതാണ് ഈ സ്വർഗസ്നാപിതാവുകൾ തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടിയോ? രണ്ട് തവണ ചൊല്ലുന്ന എന്തിനായിരുന്നു? 2 തവണ. ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ത്രിത്വത്തെ അനുസ്മരിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ സ്വർഗസ്നാപിതാവേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സ്വർഗസ്നാപിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് അത് നന്ദി പ്രാർത്ഥനയാണ്. ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. ഈ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ചിലവര് ഈ ജപമാല ചൊല്ലുന്ന കണ്ടിട്ടുണ്ട്, അത് ശരിയാണോ? കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ടോ? കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് കുർബാന അർപ്പണം പൂർത്തിയാക്കണം. കുർബാന അർപ്പണം ആശീർവാദത്തോടു കൂടിയാണ് പൂർത്തിയാകുന്നത്. ഇടയ്ക്ക് ജപമാല ചൊല്ലുന്നത് ഇല്ല, അങ്ങനെ ഒരിക്കലും ചേർക്കാൻ പറ്റില്ല. കുർബാന തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുർബാന പൂർത്തിയാകുന്നത് വരെ വേറെ ഒരു കാര്യവും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്തതാണ്. മനസ്സിലായോ? അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി അറിയിപ്പുകൾ പോലും കുർബാനയ്ക്ക് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. കുർബാനയ്ക്ക് ഇടയ്ക്ക് അതൊരു ഒറ്റ ഭാഗമാണ്. സഭ പറഞ്ഞിരിക്കുന്നതല്ലാതെ അതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കരുത്. കുർബാനയിലെ ഏതൊക്കെ സമയത്താണ് ജനങ്ങള് തല കുനിക്കേണ്ടത്? എപ്പോഴൊക്കെ ആശീർവാദം തരുന്നുണ്ടോ അപ്പോഴെല്ലാം തല കുനിച്ച് ആശീർവാദം സ്വീകരിക്കണം. ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? ഇനി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അനുസ്മരിക്കുന്ന സമയത്ത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്നുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ബഹുമാനം കാണിക്കുന്ന സമയമാണ്. ആ സമയത്ത് തല കുനിച്ച് കുരിശ് വരച്ച് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗം കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വിരി തുറന്ന് സ്വർഗം കാണുന്ന സമയത്ത് സ്വർഗത്തെ വണങ്ങി നമുക്കത് സ്വീകരിക്കാനായിട്ട് കുനിയാറുണ്ട്. ഇനിയും നമ്മുടെ റൂഹാഷണ പ്രാർത്ഥന, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും തലകുനിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. അച്ഛാ, ഒരു കാര്യം കൂടി, അച്ഛൻ പുരോഹിതന്മാര് ജനങ്ങളോട് പ്രാർത്ഥന യാചിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് കുനിയുന്നുണ്ട്. ആ സമയത്ത് മുൻപൊക്കെ ജനങ്ങളും തല കുനിക്കുമായിരുന്നു, ഇപ്പോഴത് കാണുന്നില്ല. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ, നമ്മളിപ്പോ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരാൾ വണങ്ങിയാൽ മറ്റേ ആളും വണങ്ങും അല്ലേ? അതാണ് അതിന്റെ ഒരു അഭിവാദനത്തിന്റെ ഒരു ശൈലി, അതാണ് അല്ലെ? അപ്പൊ ഒരച്ഛൻ നമുക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുന്ന ഒരു വൈദികൻ നമ്മളുടെ ഇടയിൽ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മളും അത് കുനിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതാണ് ആ ഒരു സ്വീകരണം എന്ന് പറയും. അത് കുർബാനയുടെ ഔദ്യോഗികമായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛാ, പിന്നെ ഈ ആശീർവാദം തന്നെ 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ടല്ലോ. തുടക്കത്തിലും ഒരു ആശീർവാദം കൊടുക്കുന്നുണ്ടല്ലോ, അവസാനവും കൊടുക്കുന്നുണ്ടല്ലോ. അതെന്താണ് തുടക്കത്തിലും ഇടയ്ക്ക്? അതായത് തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതായത് വിശുദ്ധ കുർബാനയുടെ കൂദാശഭാഗം മുതലുള്ള കാര്യം, കൂദാശഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാവർക്കും പറ്റില്ല. അതായത് വിശുദ്ധ കുർബാനയുടെ കൂദാശഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്തിന് യോഗ്യതയുള്ളവർ മാത്രമേ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് പോകാം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ? അപ്പൊ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവസാനിക്കണം. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പല ആളുകളും കുർബാനയ്ക്ക് വരുന്നുണ്ട്. അതായത് ഈ മോണ്ടളം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. മോണ്ടളം എന്ന് പറയുന്നത് മാമോദീസ അർത്ഥികൾക്ക് നിൽക്കാനുള്ള സ്ഥലമാണ്, പരസ്യഭാവികൾക്ക് നിൽക്കാനുള്ള സ്ഥലമാണ്. അതാണ് മോണ്ടളം. അപ്പൊ ഈ മോണ്ടളത്തിൽ ഒത്തിരി ആളുകൾ മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്നിട്ട് അവർക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റുകയില്ല. പള്ളിക്കകത്ത് കയറുന്നത് മാമോദീസ കൊടുക്കുന്ന സമയത്താണ് പള്ളിക്കകത്തോട്ട് കയറുക. അതുവരെ അവർ നിൽക്കുന്നത് മോണ്ടളത്തിലാണ്. വർഷങ്ങൾ ചിലപ്പോൾ ഒരുങ്ങിയിട്ടാണ് മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പൊ അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മോണ്ടളം. അതുപോലെ തന്നെ പരസ്യഭാവികളായിട്ടുള്ളവർക്ക്, സ്കാൻഡൽ ആയിട്ടുള്ള ആളുകൾക്ക് കുർബാനയ്ക്ക് അവർ വരും, പക്ഷെ കുർബാനയ്ക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ അവർ നിൽക്കുന്ന സ്ഥലമാണ് മോണ്ടളം. അപ്പൊ അവരെ പിരിച്ചുവിടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചന ശുശ്രൂഷ, ഈശോയുടെ പരസ്യജീവിതകാലം തുടങ്ങുന്ന സമയം വരെയുള്ള സമയത്ത് അവരെ അവിടെ നിർത്തിയിട്ട് അതിനുശേഷം പോയി വാതിലടയ്ക്കും. പിന്നെയുള്ള ഭാഗം അവർക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് അവരെ പിരിച്ചുവിടുന്നതിന് മുമ്പുള്ള ആശീർവാദ പ്രാർത്ഥനയാണ് ആദ്യ സമയത്തെ ആശീർവാദ പ്രാർത്ഥന എന്ന് പറയും. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് അവിടെ ഒരു പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. പിന്നെ അത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം, അകത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ കുദാശ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ആശീർവാദ പ്രാർത്ഥനയും കൂടെയാണ് അത്. അപ്പൊ ഈ 2 തരത്തിലാണ് അവിടുത്തെ ആശീർവാദ പ്രാർത്ഥന. അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ് അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന. ക്ലിയർ ആയോ? ഓക്കെ. സ്തുതിയാകട്ടെ. നമ്മുടെ നേരത്തെ കുർബാനയിലെ ഈ കരുണ കൃപയുണ്ടാകണേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അത് കരുണയിലേക്ക് വന്നത്. അപ്പൊ കൃപ പൗലോസ്ലീഹായോട് ഈശോ പറഞ്ഞത് എനിക്ക് നിന്റെ കൃപ മതി. അപ്പം അത് കരുണയും കൃപയും തമ്മിൽ ഈ കുർബാനയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമൊന്നു. അതായത് നമുക്ക് യോഗ്യതയില്ലാത്ത കാര്യത്തിന് നമ്മൾ യാചിക്കുന്നത് കരുണ എന്നാണ്, അല്ലെ? കരുണയാണ് നമ്മൾ യാചിക്കുന്നത്. അപ്പൊ അത് കർത്താവിന്റെ കൃപ യാചിക്കുന്നത് പോലും കർത്താവിന്റെ കരുണയിലെ എനിക്ക് ആ കൃപ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർശുസ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കർത്താവിന്റെ ഓരോ കൃപയ്ക്കും വേണ്ടിയിട്ടാണ്, കൃപാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ കൃപ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടി എന്നോട് കരുണ കാണിക്കണേ എന്നാണ് നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നത്. പിടി കിട്ടിയോ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കരുണ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥന ആ സമയത്ത്. കർത്താവിന്റെ കരുണ മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ, നമുക്ക് ഒരു യോഗ്യതയില്ല എന്ന് ഏറ്റു പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കുർബാനയെ നമ്മൾ 2 പ്രാവശ്യം പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാന കഴിഞ്ഞിട്ട് 3 പ്രാവശ്യമുണ്ട്. 3 പ്രാവശ്യം കുർബാന കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് കുർബാനയിലുള്ള പ്രാർത്ഥനകളെ വിശ്വാസക്കുറവിനെ സൂചിപ്പിക്കല്ലേ? അല്ല. അതായത് കുർബാനയിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുർബാനയിലെ പ്രാർത്ഥന, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നതാണ് അവിടുത്തെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ല, ഈ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്, ആ സമയത്ത് പ്രാർത്ഥന യാചന സമർപ്പിക്കുന്നത്. ഈ കുർബാനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പുരോഹിതൻ നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നതാണ്. ആ പുരോഹിതൻ ആരാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനും ആ പുരോഹിതനെ ബോധ്യപ്പെടുത്താനും ആ പുരോഹിതന് വേണ്ടിയിട്ട് ആ നല്ല ജീവിതം, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജീവിതം നടത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതുമാണത്. അപ്പൊ നമ്മൾ കുർബാനയ്ക്കകത്ത് പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷെ കുർബാന കഴിയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. രണ്ട് പ്രാർത്ഥനയാണ്. ഈ കുർബാനയുടെ ഭാഗമാണ് ആ പ്രാർത്ഥന എന്ന് വിചാരിച്ചേക്കരുത്. കുർബാനയുടെ ഭാഗം അവിടെ കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ വ്യക്തിപരമായിട്ട് നമ്മുടെ പുരോഹിതന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയും കൂടെ സമർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അച്ഛാ, നമ്മളെ ഈ ശുശ്രൂഷികളാണെങ്കിൽ മണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് സ്തുതി കൊടുക്കുന്നത് ശരിയാണോ? മണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് സ്തുതി കൊടുക്കുന്നത്, നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഒരു കാരണവശാലും നമ്മൾ നിൽക്കരുതാത്തൊരു സ്ഥലമാണ് മോഡലം എന്ന് പറയുക. ആ മോഡലം പള്ളിയുടെ സ്ട്രക്ചർ അനുസരിച്ച് ഓരോ ഭാഗവും ഓരോ പ്രത്യേക രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈക്കല എന്ന് പറയുന്ന ഭാഗം അത് ഭൂമി മുഴുവന്റെയും അടയാളമാണ്, ഭൂമി മുഴുവന്റെയും അടയാളമാണ്. അതിന്റെ 1/3 ഭാഗം തീരുന്നിടത്ത് മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് ഇങ്ങേ അറ്റത്തു നിന്ന് 1/3 ഭാഗം തീരുന്നിടത്താണ് ബേമ എന്ന് പറയുന്ന സംഭവം. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ സെന്ററായിട്ട് കർത്താവ് നടന്ന ജെറുസലേമിന്റെ പ്രതീകമായിട്ടാണ് അവിടെ ഒരല്പം ഉയർന്ന രീതിയിൽ ബേമ വെക്കുക, അല്ലെ? അവിടുന്ന് ഒരു പടി ഉയരത്തിൽ കെസ്ട്രോമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ശുശ്രൂഷികൾ നിൽക്കുന്ന സ്ഥലം, മാലാഖമാരുടെ സ്ഥലമാണ് അത്. ഒരു പടി ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ ഒരു പടി ഉയരത്തിൽ, അവിടെ നിന്ന് 3 പടി ഉയരത്തിലാണ് അൽത്താര നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് സ്വർഗത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗത്തിനും പ്രത്യേകം കാര്യങ്ങളാണ്. നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഇപ്പം ഭൂമിയിൽ നിന്നുകൊണ്ട് തമ്പുരാനെ ആരാധിക്കുന്ന ഗണം എന്ന് സൂചിപ്പിക്കാനാണ് പള്ളിക്കകത്തോട്ട് നമ്മൾ കയറി നിൽക്കുക. പള്ളിക്ക് പുറത്ത് നമ്മൾ നിൽക്കരുതാത്തതാണ്. പിന്നെ നമ്മുടെയൊക്കെ പള്ളിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ചില പള്ളികളിലൊന്നും അകത്ത് നിൽക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്നതാണ്. സ്ഥലമില്ലാതെ എന്ന് പറഞ്ഞാൽ അകത്ത് കയറാൻ അതിയായ ആഗ്രഹമുണ്ട്, എന്നിട്ടും അകത്ത് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ പുറത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയൊക്കെ അവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമേ പള്ളിക്ക് പുറത്ത് നിൽക്കാവൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ പള്ളി ഒരു പേടകം പോലെ ആക്കി നമ്മുടെ ടൈമും കാലവും എല്ലാം കട്ട് ചെയ്ത് ഈശോയുടെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിൽ കൊണ്ടു ചേർക്കുമ്പോൾ നമ്മൾ ഈ പേടകത്തിന് പുറത്തിറങ്ങി നിന്നിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, അല്ലെ? നമ്മുടെ ശ്രദ്ധകളെല്ലാം മാറിപ്പോവും, നമുക്ക് ഒത്തിരിയേറെ അസ്വസ്ഥത ഉണ്ടാകും, പല ടെംപ്റ്റേഷൻസ് ആണ്. അങ്ങോട്ട് ആള് പോകുന്നു, ഇങ്ങോട്ട് മൃഗങ്ങൾ പോകുന്നു,
പട്ടി കുരയ്ക്കുന്നു, ഫോൺ അടിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ടെംപ്റ്റേഷൻസ് ആണ്. അതിൻ്റെ അകത്തെല്ലാം നമ്മൾ വീണു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാനുള്ള പ്രേരണയാണ് അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുക എന്ന് പറയും. നമ്മൾ അകത്ത് നിൽക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ സമാധാനം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുക്കാം. താങ്ക് യു അച്ഛാ. ശരിയായിരിക്കട്ടെ. ഈ ശുശ്രൂഷികള് സർവോധിപനം ഈ വിരി തുറന്ന ശുശ്രൂഷികള് കേറത്തില്ലേ, ധൂപം വെച്ച് കേറും. അപ്പോൾ രണ്ട് ശുശ്രൂഷ ആദ്യം പോകേണ്ടത്? ധൂപം പിടിച്ച് ശുശ്രൂഷയാണോ പോകേണ്ടത്, അതോ ശുശ്രൂഷികൾ തിരിപിടിച്ചാണോ പോകേണ്ടത് ആദ്യം? ഇത് നമ്മുടെ സുവിശേഷം എടുക്കാനായിട്ടൊക്കെ അൽത്താറിലേക്ക് കയറുന്നതിന്റെ കാര്യമാണോ മോൻ ചോദിച്ചത്? അതെ. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോ പോയാലും അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. ധൂപക്കുറ്റിയാണ് ഏറ്റവും മുന്നിൽ പോയി വഴി തെളിക്കുന്നത്. അതിന് പുറകെ സ്ലീവായ ഉണ്ടാകും. ആ സ്ലീവായുടെ രണ്ടു വശത്തും നമ്മൾ തിരികളും പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ പോകുന്നത്. എപ്പോഴും ധൂപക്കുറ്റി ആയിരിക്കും മുന്നേ വഴി തെളിച്ചുകൊണ്ട് പോകുന്നത്. സ്ലീവായ്ക്ക് മുന്നിൽ ധൂപം വീശിക്കൊണ്ടായിരിക്കും നമ്മൾ പോവുക. രണ്ടാമത്തെ കൂദാശക്രമം, മൂന്നാമത്തെ കൂദാശക്രമം ഉണ്ട്. ടൈലറിന്റെയും ഏതൊക്കെ സമയത്താണ് ഇതൊക്കെ ചൊല്ലേണ്ടത് എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ മംഗളവാർത്തക്കാലം മുതൽ ഉയർപ്പ് വരെയുള്ള സമയത്താണ് രണ്ടാമത്തെ ഇത് ചെല്ലേണ്ടത്. വളരെ ആഘോഷമായിട്ടുള്ള ഇത് 5 അവസരങ്ങളിലാണ് ശരിക്കും മൂന്നാമത്തെ ഇത് നമ്മുടെ കൂദാശ ചൊല്ലേണ്ടത്, നെസ്റ്റോറീസിന്റെ അനാഫറ ചൊല്ലേണ്ടത്. ബാക്കി സമയങ്ങളിലൊക്കെ അദ്ദായിയുടെയും മാറിയുടെയും അനാഫറ, നമ്മളിപ്പോ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അനാഫറയാണ് ചൊല്ലുന്നത്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ കുർബാനയ്ക്ക് പോയിട്ട് കുർബാന സ്വീകരിക്കാതെ തിരിച്ചു വരുന്നത് തെറ്റാണോ? അങ്ങനെ കുർബാന അർപ്പണം പൂർത്തിയാകുന്നത്, കുർബാന അർപ്പിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കുർബാന സ്വീകരിക്കുന്നതോടുകൂടിയാണ്. മനസ്സിലായോ? കുർബാന സ്വീകരിക്കുന്നതോടുകൂടിയാണ് കുർബാന അർപ്പണം പൂർത്തിയാകുന്നത്. അല്ലാത്തടത്തോളം കുർബാന അർപ്പണം പൂർത്തിയാകുന്നില്ല. നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കാനായിട്ട് വരില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഈ 24 മണിക്കൂറും ദിവികാരനെ ആരാധന നടത്തിയാലും നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ അപ്പം ഭക്ഷിക്കണം. ഭക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കില്ല. അതാണ് ഇപ്പൊ കുർബാനയെ കുറിച്ച്. അപ്പൊ ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ പോലും നമുക്ക് അവകാശമില്ല. കാരണം എന്താണ്? നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന കുദാശയായിട്ട് കുമ്പസാരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തടുത്ത് കുമ്പസാരം ഉണ്ടായി കുർബാന സ്വീകരിച്ച് വേണം കുർബാന അർപ്പണം പൂർത്തിയാക്കാൻ. നമ്മുടെ ദേവാലയങ്ങളുടെ ഒരു ഘടന അനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമായിട്ട് പറയുന്നത് മദ്ബുഖയാണ്. അപ്പോ ഈ പല പള്ളികളിലും ബാൽക്കണി ഉണ്ടല്ലോ, അപ്പൊ അത് അതിനേക്കാൾ മുകളിലല്ലേ ഇരിക്കുന്നത്? ബാൽക്കണി എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചറിൽ പെടുന്ന ഒരു കാര്യമല്ല. പള്ളിയുടെ സ്ട്രക്ചറിൽ ബാൽക്കണി ഇല്ല. പിന്നെ ഓരോ പള്ളിയുടെ സ്ഥലപരിമിതിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അത് പള്ളിയുടെ ഒഫീഷ്യൽ സ്ട്രക്ചറിൽ പെടുന്ന ഒന്നല്ല ബാൽക്കണി. അപ്പൊ അത് നമ്മൾ ഹൈക്കലയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മുടെ പള്ളിക്ക് ഒരു കൃത്യ സ്ട്രക്ചർ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഹൈക്കലയുണ്ട്, അതൊന്ന് ഉയർന്ന ഒരു സ്ഥലം ബേമായുണ്ട്, ഹൈക്കലയിൽ നിന്ന് 1 പടി ഉയരത്തിൽ കെസ്ട്രോമായുണ്ട്, അവിടുന്ന് 3 പടി ഉയരത്തിൽ അൽത്താരയുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമല്ല ഈ പറയുന്ന ബാൽക്കണി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മള് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പഴയ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാല് പള്ളിയുടെ മുഖവാരത്തേക്കാൾ മുകളിൽ ഒരു വീട് പോലും പണിയില്ലായിരുന്നു. അത് ആ പള്ളിയോട് കാണിക്കുന്ന റെവറൻസ് ആണ്. അപ്പൊ അത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. സംശയമുണ്ടേ? ചോദിച്ചോ. ആയിരിക്കട്ടെ. ഒരു സംശയം. നമ്മൾ വിശുദ്ധ കുർബാന ഇത്ര തീഷ്ണതയോടും ഭക്തിയോടും കൂടെ അർപ്പിക്കുമ്പോൾ ചില വിശുദ്ധ കുർബാനകളിൽ കണ്ട ഒരു കാര്യം, അവസാന ആശീർവാദത്തിന് തൊട്ട് മുമ്പ്
നൊവേനയ്ക്ക് ശേഷം വിട്ടുപോകുന്നുണ്ടല്ലോ. അവസാന ആശീർവാദം തൊട്ടു മുമ്പ് ആശീർവാദത്തിന് തൊട്ട് മുമ്പ് നൊവേന ചൊല്ലുന്നു. ആശീർവാദത്തിന് തൊട്ട് മുമ്പ് നൊവേനയില്ലോ? നൊവേന ചൊല്ലി കഴിഞ്ഞിട്ടാണ് അവസാനം ആശീർവാദം കൊടുക്കുന്നത്. അങ്ങനൊന്നും ഒരിക്കലും ശരിയല്ല. കുർബാനയ്ക്കകത്ത് ഞാൻ പറയില്ല, കുർബാനയ്ക്കകത്ത് ഒന്നും കൂട്ടിച്ചേർക്കാൻ അവകാശമില്ല. ഒരു കുഞ്ഞു പ്രാർത്ഥന പോലും കുർബാനയ്ക്കകത്ത് കൂട്ടിച്ചേർക്കാൻ അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി അവസാന ആശീർവാദം കുർബാനയുടെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പല പള്ളികളിലും കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ ആര് ചെയ്താലും അത് തെറ്റാണ്. അച്ഛാ ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ നമ്മളെ വിടവാങ്ങൽ പ്രാർത്ഥനയില്ലേ, അത് വൈദികൻ മാത്രം ചെല്ലേണ്ട പ്രാർത്ഥനയല്ലേ? അത് ചില ആത്മാരും കൂടെ ചെല്ലുന്ന കാണാമല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല, വൈദികൻ മാത്രം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ആ വിടവാങ്ങൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വൈദികൻ ബലിപീഠത്തോട് വിടവാങ്ങുന്നതാണ്. ആ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള അവകാശം പുരോഹിതന് മാത്രമാണ്. ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള അവകാശം. അപ്പൊ ആ ബലിപീഠത്തോടാണ് യാത്ര പറഞ്ഞിട്ടാണ് പുരോഹിതൻ പോകുന്നത്. അപ്പം പുരോഹിതൻ മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ആ ഒരു പ്രാർത്ഥന. നമ്മൾ കുർബാനയ്ക്കിടയ്ക്ക് കാർമികൻ ചൊല്ലേണ്ട പ്രാർത്ഥന മറ്റുള്ളവർ ചൊല്ലാറില്ലല്ലോ എന്ന് പറഞ്ഞ തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. വിടവാങ്ങൽ പ്രാർത്ഥനയിൽ തന്നെ കുർബാനയുടെ തന്നെ ഒരു ഭാഗമാണ്. അത് കാർമികൻ എന്ന് എഴുതിയിരിക്കുന്നത് കാർമികൻ തന്നെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അച്ഛാ, ഒരു ബലി പൂർണ്ണമാകുന്നത് സമാപനാശീർവാദത്തിന്റെ സമയത്താണോ അതെയോ കാർമികൻ ബലിപീഠം ചുംബിക്കുന്ന സമയത്താണോ? കാർമിക ബലിപീഠം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചൊല്ലിക്കഴിഞ്ഞ് ഈ ഊരിക്കളയൽ അത് എന്ത് സൂചിപ്പിക്കുന്ന? അച്ഛോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സോറി, എന്റെ മൈക്കായിരുന്നു ഓഫായത് അല്ലേ? സോറി. ഓക്കെ, വിശ്വാസമാണ് ചൊല്ലിക്കഴിഞ്ഞില്ലേ, ഈ കുട്ടികൾ ഈ തിരി ഊതുന്നത് കണ്ടിട്ടുണ്ട്. വിശ്വാസപരമായ ഏത് ആരോ കുരിശ് വരയ്ക്കുന്നവരുണ്ടല്ലോ, ഒന്ന് മൈക്ക് ഓഫ് ആക്കാ. ഓക്കെ, വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് അൾത്താരയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബേമായിലെ തിരി ഊതുന്നതാണ് ചോദിച്ചത് അല്ലേ? നമ്മൾ അങ്ങനെയാണ്. പിന്നെയുള്ള ശ്രദ്ധ മുഴുവൻ അൾത്താരയിലേക്ക് മാത്രമാകാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ളതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അവിടെ നിന്ന് എല്ലാം എടുത്തു മാറ്റുകയും ചെയ്യും. എല്ലാം എടുത്തു മാറ്റി മുകളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. അപ്പം താഴത്തെ എല്ലാം തിരികളും എല്ലാം കെടുത്തി കളഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കുർബാനയെല്ലാം കഴിഞ്ഞ് അതിന് ഉടൻ തന്നെ കുമ്പസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുമ്പസാരിക്കുന്നതിന് ഒരു പ്രശ്നം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മൾ ലഘുഭാവങ്ങൾ ചെയ്തിട്ട് നമുക്ക് കുർബാന സ്വീകരിക്കാൻ അവസരം കിട്ടുകയാണ് എന്ന് വിചാരിക്കും. കുർബാനയ്ക്ക് കൂടെ അവസരം ലഭിക്കുക. ലഘുഭാവങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഗൗരവമായ ഭാവങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ കുർബാനയുടെ സമയത്ത് തൊട്ടടുത്ത് എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചോളാം എന്ന വാഗ്ദാനത്തോടു കൂടി
കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലഘുപാപങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് കുർബാന സ്വീകരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: തൊട്ടടുത്ത് എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചോളാം എന്ന വാക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആ വാക്ക് നമുക്ക് ഉടനെ തന്നെ അവസരം കിട്ടിയാൽ നമുക്ക് പാലിക്കാം, ഒരു കുഴപ്പമില്ല. താങ്ക് യു അച്ഛാ. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന ഒരു ചൂയിങ്കം കഴിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ കൂളായിട്ട് അലക്ഷ്യമായിട്ട് ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാറ്റഗിസത്തിൽ എങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്നിരിക്കണം, എങ്ങനെ ഭക്ഷിക്കണമെന്ന് ഇവിടെ അങ്ങനെ പഠിപ്പിക്കാറില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ എന്ന് പറയാം. നമ്മളത് വേദപാഠ ക്ലാസ്സുകളിൽ നമ്മളത് പഠിപ്പിക്കേണ്ടതാണ്. അത് നമുക്ക് എഴുതി തന്നിട്ടില്ലെങ്കിലും നമ്മളുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന നമ്മൾ ചവയ്ക്കാറില്ല, പല്ല് പരമാവധി കൊള്ളിക്കാതെ നമ്മൾ അലിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് അതിനോട് കാണിക്കുന്ന റെവറൻസ് ആണ്. ആ റെവറൻസിന്റെ പേരിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കണം, അത് നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ സൺഡേ സ്കൂളിന്റെ സമയത്ത് ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഇനി ആരോ ഒരാൾ സർവാധിപനാം പരിപാലനമൊക്കെ 3 പ്രാവശ്യം പാടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു. 3 എന്ന് പറയുന്നത് എപ്പോഴും ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ സ്വർഗം കണ്ടു കഴിയുമ്പോൾ തത്വത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആയതുകൊണ്ടാണ് 3 പ്രാവശ്യം സർവാധിപനാവും 3 പ്രാവശ്യം പരിപാവനാവും ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? തൃത്വത്തിന്റെ വാസസ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിന്റെ അവിടെയാണ് തൃത്വ സിംഹാസനമുള്ളത്. ആ തൃസിംഹാസനം കാണുമ്പോഴാണ് സർവാധിപനാം കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം നമ്മളപ്പോ ചൊല്ലുന്നത്. തത്വത്തെ അനുസ്മരിച്ചുകൊണ്ട്, തത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ പ്രാർത്ഥന ചൊല്ലുന്നതാണ് പരിപാവന സർവേശ. അപ്പൊ അതുകൊണ്ടാണ് 3 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച സമാപനാശീർവാദത്തിന്റെ സമയത്താണോ, കാർമികൻ ബലിപീഠം ചുംബിക്കുന്ന സമയത്താണ് കുർബാന തീരുന്നത്? കാർമികൻ ബലിപീഠം ചുംബിക്കുന്ന സമയത്ത്. അച്ഛാ വിചാരിക്കട്ടെ. അച്ഛാ, ഈ ചില പള്ളികളിലൊക്കെ കുർബാന കഴിയുമ്പോ എത്രയും ദൈവമുള്ള മാതാവ് എന്ന ജപം ചൊല്ലുന്നത് എന്തുകൊണ്ടാ? കുർബാന കഴിയുമ്പോൾ നമ്മളെ സഹായിച്ച പരിശുദ്ധ അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കുർബാനയുടെ ഭാഗമല്ല മോനെ. കുർബാനയുടെ ഭാഗം നമ്മൾ ഈ പറഞ്ഞ ഭാഗം കൊണ്ട് തീർന്നു. പിന്നെ അത് ബാക്കിയെല്ലാം എക്സ്ട്രാ പ്രാർത്ഥനകളാണ്. നമ്മള് ഒരു പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നന്മ പറഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, എത്ര നല്ലതാവ് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കുർബാനയുടെ ഭാഗമല്ല, അതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുർബാനയ്ക്ക് ഇടയ്ക്ക് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായ ശേഷമാണ് കുർബാനയ്ക്ക് മുൻപും പിൻപും പ്രാർത്ഥനകളും പാട്ടുകളും കൂട്ടിച്ചേർക്കുന്നത്. അത് കുർബാനയിൽ തൃപ്തിയില്ലാഞ്ഞിട്ടല്ല അച്ഛാ, തൊട്ട് മുൻപും പിൻപും പ്രാർത്ഥനകളും പാട്ടുകളും കൂട്ടിച്ചേർക്കുന്നത്. അത് ഇടയ്ക്ക് സമ്മതിക്കുന്നില്ല. കുർബാനയ്ക്ക് മുമ്പ് ഒരുക്കം നടത്തണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സപ്രാ പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് വെക്കാറുള്ളത്. അത് ഒരുക്ക പ്രാർത്ഥനയാണ്. കുർബാനയ്ക്ക് ശേഷം അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും, ഇപ്പൊ നമ്മൾ കുരിശുവര തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു പാട്ടൊക്കെ പാടി നമ്മളെ തന്നെ മനസ്സിനെയൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് നമ്മൾ കുരിശ് വരയ്ക്കും അല്ലേ എന്നൊക്കെ പറയുന്നത് പോലെയാണ് തുടക്കത്തിൽ ഒരു പ്രാർത്ഥന ഒക്കെ വെച്ച് ഒന്ന് ഒരുക്കുക എന്ന് പറയും. പിന്നെ കുർബാന മാത്രം അർപ്പിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് തന്നെ പൂർണ്ണമാണ്. അതിനെ മുന്നും പിന്നും കൂട്ടിച്ചേർത്തില്ലെങ്കിലും അത് തന്നെ പൂർണ്ണമാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളിത് എല്ലാരെയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ തെറ്റാനൊന്നും പോകണ്ട. അതിനകത്ത് തെറ്റില്ല. അങ്ങനെ ഒരു ഒരുക്ക ശുശ്രൂഷ അതിന് മുമ്പ് നടത്തുന്നതിന്റെ അതും അവസാനം വേറെ ചെറിയ പ്രാർത്ഥന നടത്തുന്നതിന്റെ അതും തെറ്റൊന്നുമില്ല. നമ്മൾ വിമർശിക്കാനൊന്നും പോകണ്ട. പക്ഷെ നമുക്ക് ആ പ്രാർത്ഥന അത് പൂർണ്ണമാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തോണം. കുർബാന എപ്പോഴും പൂർത്തീകരണമാണ്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഓർത്താണ്. നമ്മള് കുർബാന സ്വീകരിച്ചിട്ട് വന്നു കഴിഞ്ഞു മുട്ടുകുത്തി നിൽക്കുന്നതാണോ അതോ നിൽക്കുന്നതാണോ അതിന്റെ ശരി? ലത്തീൻ ക്രമത്തിലൊക്കെ മുട്ടുകുത്തിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ,
ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സിന്റെ അകത്ത് ആദ്യത്തെ ക്ലാസ് കുരിശുവരയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ച സമയത്ത് ലാറ്റിൻ രീതിയും പാശ്ചാത്യ രീതിയും പൗരസ്ത്യ രീതിയും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് പാശ്ചാത്യ രീതിയിൽ അവരുടെ കുർബാന, അവരുടെ ആരാധനാക്രമങ്ങൾ, അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ പീഡാസഹനത്തെ ബന്ധപ്പെടുത്തി അതിനെ കേന്ദ്രീകരിച്ചാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ രീതികളെല്ലാം പോകേണ്ടത്. അങ്ങനെ ചെയ്യണം. സിറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ ആരാധനാക്രമത്തില് ഈശോയുടെ ഉത്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ കേന്ദ്രീകരണവും ഉള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉത്ഥാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ആരാധനാക്രമമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളാണെങ്കിലും എല്ലാം ഉത്ഥാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളെപ്പോഴും ഉത്ഥാനത്തിന്റെ പ്രതീകങ്ങളാണ് കൂടുതലും നമ്മളുടെ അതിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ കുർബാനക്രമത്തിനകത്ത് കുർബാന സ്വീകരിച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ ഉത്ഥാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതി. ഇനി ആ സമയത്ത് മുട്ടിമേൽ നിൽക്കുന്നു, നമ്മുടെ ഒരു പാപത്തിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടി മുട്ടിമേൽ നിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയാൻ പോകണ്ട. പക്ഷെ നമ്മുടെ രീതി അനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അവിടെ ഉചിതം. അതുപോലെ നമ്മൾ ഈ കുർബാന സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു 5 മിനിറ്റ്, ചിലപ്പം 10 മിനിറ്റ് ഒക്കെ വലിയ പള്ളികളിലൊക്കെ ഇവര് ക്രമത്തിന് ചെല്ലുന്നത് വരെ സമയം കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നതല്ലേ കുറച്ചുകൂടെ ഉചിതം? അതെ, നമുക്ക് മുട്ടുകുത്തുക എന്ന് പറയുന്നത് അനുതാപത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും ഒരുക്കത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് നിൽക്കുന്നതാണ് ഉചിതം. ആ സമയത്ത് നമുക്കൊന്ന് ഇരുന്നിട്ട് ബാക്കി പ്രാർത്ഥനയുടെ സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം എന്ന തീരുമാനത്തോടുകൂടി അല്പസമയം ഒന്ന് ഇരുന്നാലും അതിനകത്ത് കുഴപ്പമില്ല. കാരണം വലിയ പള്ളിയൊക്കെ ആകുമ്പോൾ കുറെ സമയം അവിടെ ഉണ്ടാവും. അത്രയും സമയം നിൽക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്കത് ഉചിതമായ ഒരു പോസ്റ്റർ, റെഫറൻസോട് കൂടിയുള്ള ഒരു പോസ്റ്റർ എടുക്കുക എന്നുള്ളതേ അതിൻ്റെ അകത്തുള്ളൂ ആ സമയത്ത്. ഓക്കെ, താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ അച്ഛ. അച്ഛ, വേറെ ഒരു രൂപതയില് കാറോസുസയുടെ നേരത്തെ എല്ലാ ജനങ്ങളും ഇരിക്കുകയാണ്. അത് എല്ലാവരും എഴുന്നേൽക്കുന്ന വിശ്വാസ പ്രമാണമാവുമ്പോഴാണ്. കാഴ്ചവെപ്പിന്റെ നേരത്തെ ഒക്കെ ഇരിക്കണം. അച്ഛ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ അതിനെക്കുറിച്ച് എന്നാ പറയാനാണ്, നമ്മൾ കുർബാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറാണ്. അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ ആളുകളുടെ സൗകര്യം നോക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി കുർബാനയ്ക്കകത്ത് വെള്ളം ചേർക്കുന്നത് അത് കുർബാനയോടുള്ള റെഫറൻസ് പോലും നഷ്ടപ്പെടുത്തി കളയും. ആൾക്കാർക്ക് ഇപ്പോ ഈ കാർസുസ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനാ പ്രാർത്ഥനയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതായി പോകും നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലേ? അത് യാചനാ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് എത്രയോ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ട സമയമാണ്. വളരെ പ്രത്യേകതയുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ഇരുന്നാൽ അതിന് അർത്ഥമില്ലാതായി പോവല്ലേ? അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോരുത്തരും ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ശരിക്കും. സ്വർഗസ്നാപിതാവെ ഡൽഹി പകുതി നമുക്ക് വേറെ നെല്ലെന്ന് കരുതുന്നു. നമുക്ക് തൽക്കാലം നിർത്താം, പ്രാർത്ഥിച്ച് നിർത്താം, അല്ലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ, ഞങ്ങളിലേക്ക് നീ പകർന്നു തന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധ കുർബാന ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അർപ്പിക്കുവാൻ കർത്താവെ കൃപ തരണമേ. അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുവാനും ദാഹത്തോടുകൂടി നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്നല്ലണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കപ്പെട്ട് യോഗ്യതയോടുകൂടി നിന്ന് സ്വീകരിക്കാൻ കൃപ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിന് സ്തുതി. സ്വീകരിക്കട്ടെ. താങ്ക്സ് അച്ഛാ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു അച്ഛാ.
യൂക്കരിസ്റ്റിയ മീഡിയ മിഷനിലേക്ക് സ്വാഗതം. വിശ്വാസത്തിന്റെ പ്രകാശം പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ എഥറിയൽ ഫിദസ് പരമ്പര പരിശോധിക്കുക. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ മിഷനിൽ പങ്കാളികളാകൂ.